10 വർഷമായി കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 5 വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി, 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തന രംഗത്ത് വന്നത്. ഒരുപാട് കാര്യങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായമില്ലായ്മ മൂലം പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇപ്പോ ഈ സമയത്ത് നിരവധി പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരന്മാരെ സമീപിക്കലുണ്ടായി. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് മാത്രമല്ല മൊത്തം ആവശ്യമായ കാര്യങ്ങളാണ് അതിനുള്ളത്. അത് തുടർന്നുകൊണ്ട് പോവാൻ, അത് പ്രാവർത്തികമാക്കാൻ അതിനൊരു ഭാഗമാകണമെന്ന് തോന്നി. ആ ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഈ മാറ്റം സംഭവിച്ചത്. കോൺഗ്രസിന്റെ ഏത് നേതാക്കളാണ് അങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളല്ല. പൊതുവായിട്ട് ഒരു 2-2.5 വർഷക്കാലമായിട്ട് ഭരണസമിതിയിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണസമിതി ഞങ്ങളുടെ 10 അംഗങ്ങളിൽ നിന്ന് തന്നെ വളരെയധികം അവഗണന നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പലതവണ രാജിവെക്കാനായിട്ട് ശ്രമിച്ചതും കൂടിയാണ്. കാലഘട്ടത്തില് നമ്മുടെ വാർഡിൽ നിന്ന് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാണ് കാലാവധി പൂർത്തീകരിക്കാനായിട്ട് നിന്നത്. എടുത്തു പറയത്തക്ക പേരുകളല്ല, പൊതുവായി ഓരോ വാർഡിലും ഓരോ മെമ്പർമാർക്കും വോട്ട് ഫാദർമാരുണ്ട്. അവര് ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നതിനനുസരിച്ച് ഒരു കൂട്ടായ്മയില്ലാതെ നമുക്ക് ഒരു കാര്യത്തിലും വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗം കൂടിയായിട്ട് രാഷ്ട്രീയം തന്നെ വിടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത്തവണ മുതൽ മത്സരത്തിനെ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് മാറി നിന്നത്. ആ സമയത്താണ് ഇങ്ങനൊരു വരത ആ ഒരു വിഷയവുമായി നമ്മുടെ സഹോദരന്മാരെ എത്തിയത്. അപ്പൊ അത് വായിച്ചപ്പോൾ തോന്നി മാറി നിൽക്കേണ്ടത് നമ്മളെ ആർക്കാണ് ആവശ്യം, നമ്മുടെ സേവനം ആർക്കാണ് ആവശ്യം, അവർക്കത് നൽകേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിലൊരു പൗരൻ എന്ന നിലയിൽ എന്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീണ്ടും വിചാരത്തിന് മുന്നിട്ടിറങ്ങി. മത്സരത്തിന് എന്റെ തീരുമാനമായിട്ടില്ല. അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായും മത്സരിക്കുക. നിലവിൽ പ്രസിഡന്റ് ആയിരുന്നില്ലേ? നിലവിൽ പ്രസിഡന്റ് ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ മെമ്പർമാരാണ് ഇത് ബ്ലോക്ക് ചെയ്തത്, പ്രസിഡന്റിനെ ബ്ലോക്ക് ചെയ്തത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരാണോ? നമ്മളൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ കൃത്യമായി ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് തയ്യാറാക്കണം. അതിന് ഒരു കൂട്ടായ്മ അത്യാവശ്യമാണ്. ആ ഒരു കൂട്ടായ്മയുടെ കുറവ് അവിടെ വളരെ പല ഘട്ടങ്ങളിലും നമുക്കത് അനുഭവിച്ചിട്ടുണ്ട്. ഏത് തരത്തില്, അതായത് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ കൂടുതലുള്ളവര് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണോ, അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? അതിപ്പോ ആശയങ്ങൾ നല്ലതാണെങ്കിൽ ഏത് പ്രസ്ഥാനം കൊണ്ടുവരുന്ന ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കും. അത് അവർക്കത് ഗുണകരമാകുമോ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്നറിയില്ല. പല ഘട്ടങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. പ്രാദേശികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളിലായാലും നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ അഭാവം പല ഘട്ടങ്ങളിലും പ്രതിപക്ഷാംഗങ്ങളിൽ നിന്ന് വളരെ ആരോപണങ്ങൾ കേൾക്കേണ്ട ഘട്ടങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അങ്ങനെയുള്ള അംഗങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? ബിജെപിയിലേക്ക് വരുന്നുണ്ടോ? ഇപ്പോൾ നിലവിലില്ല. വടൂക്ക കോർപ്പറേഷൻ ഡിവിഷനിൽ ബിജെപിയുടെ അവിടുത്തെ ആളുകൾ വിമത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ പത്മജ വേണുഗോപാലിന്റെ വിശ്വസ്ത സീറ്റ് നൽകി എന്നുള്ളതാണ് അവരെന്ന് ആരോപിക്കുന്നത്. എന്താണ് വടൂക്കയിൽ ബിജെപിക്ക് സംഭവിച്ചത്? വടൂക്കയിൽ ബിജെപി സ്ഥാനാർത്ഥി ശ്രീ സദാനന്ദേട്ടനാണ്. സദാനന്ദേട്ടൻ കഴിഞ്ഞൊരു 6 മാസം മുമ്പ് ബിജെപിയിൽ ജോയിൻ ചെയ്തതാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു. ഒരു 10 ദിവസം താൽക്കാലിക മേയറായിട്ട് വരെ ചുമതലയുണ്ടായിരുന്നതാണ്. അദ്ദേഹം ബിജെപിയിലെത്തി. അദ്ദേഹം വടൂക്കരയിലെ ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയാണ്. വടൂക്കരയിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പാനൽ ലിസ്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളെന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായത്. അല്ല, അത് പാർട്ടി എന്തായാലും ആ കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുള്ള കൂടാതെ നമ്മൾ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ആ കൂടിയാലോചനകളിലൂടെ തന്നെ കാര്യങ്ങൾ
വിശ്വസിക്കുന്നു.